मुझे भी पिला दे शराबी, देख फिर होता है क्या। हो 2 घूंट मुझे भी पिला दे शराबी, देख फिर होता है क्या। बाल मारे जालिमा, अरे 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 आग पानी में लगा दे जरा सी, देख फिर होता है क्या। हो 2 घूंट मुझे भी पिला दे शराबी, देख फिर होता है क्या। इस खेल का इस मेल का आए मजा खाक ऐसे, धड़पे जिया ऐसे मेरा बुलबुल कोई कैद जैसे। इस खेल का इस मेल का आए मजा खाक ऐसे, धड़पे जिया ऐसे मेरा बुलबुल कोई कैद जैसे। सोनिया एक बार पहरा हटा दे शराबी, देख फिर होता है क्या। हो 2 घूंट मुझे भी पिला दे शराबी, देख फिर होता है क्या। गाऊंगी रे नाचूंगी रे तेरे लिए आज से मैं, आए शर्म लेकिन बलम मर जाऊंगी लाज से मैं। जाऊंगी रे नाचूंगी रे तेरे लिए आज से मैं, आए शर्म लेकिन बलम मर जाऊंगी लाज से मैं। बाल मारे जालिमा जालिमा, अरे 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 नाच का ये घूंघट उठा दे शराबी, देख फिर होता है क्या। हो 2 घूंट मुझे भी पिला दे शराबी, देख फिर होता है क्या। തീർത്ത എന്ത് തോന്നി പെർഫോമൻസ് കണ്ടിട്ട്? അല്ല കഴിഞ്ഞിട്ട്. സോറി കുഴപ്പമില്ലാതെ പാടി തോന്നി. ആ ഓക്കെ, ചോദിക്കാം നമുക്ക്. പാറുവിന് എന്ത് തോന്നി? അതെ പണി എളുപ്പാട്ടോ. അവിടെ എന്തിനാ എത്തിയേക്കുന്നത്? നിന്റെ വിലയേറിയ അഭിപ്രായം എന്താണ് എന്നാണ് നമുക്കറിയാം. ഞങ്ങൾക്ക് ആ പോയിന്റ് നോട്ട് ചെയ്യാൻ. അതെ, പത്രക്കാരൊക്കെ വന്നിരിക്കുന്നു. എനർജി ആവാം. എനർജി ആവാമായിരുന്നു തോന്നി. പിന്നെ കുറച്ചുകൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം മിസ്സിംഗ് ആയിരുന്നു. അതെന്താണ്? അതാണ് ഡാൻസ്. അതൊക്കെ അത് പിന്നെ ഡാൻസ് ചെയ്തല്ലോ കുറച്ചൊക്കെ. ഒരു ത്രോ അല്ല അത് ഇനി ഇവിടെ ഇരുത്തണ്ട. ഇനി നിന്നെ എടുത്ത് ത്രോ. ഓക്കെ, പിന്നെ ഷാനിക്ക പറയും എന്താണ് മിസ്സിംഗ്? സ്മൈൽ. ഒരു സ്മൈൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു മോളെ. അത് പോട്ടെ, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ? ഇത് ലതാജി പാടിയ ഒരു പാട്ടാണ്, അതിന്റെ റീമിക്സ് വേർഷൻ ആണ്. മോള് പാടിയത്? ഓക്കെ. മൂവി ഝീൽ കെ ഉസ് പാർ, മ്യൂസിക് RD ബർമൻ സാർ, ലിറിക്സ് ആനന്ദ് ബക്ഷി സാർ. ഓക്കെ, കറക്റ്റ്. മോളെ ഒരു ഹാപ്പിനെസ് വേണമായിരുന്നു. ബാക്കി എല്ലാം ഒരുവിധമൊക്കെ മോള് പാടിയിട്ടുണ്ട്, പക്ഷെ ഒരു ചിരിയില്ല. ഇത് നമ്മളിപ്പോൾ മറ്റേ സിനിമയിൽ പറഞ്ഞില്ലേ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തോന്നി. ഇത് ആരോ ഉന്തിത്തള്ളി മോളെ വിട്ടിട്ട് പാട്ട് പാടിയിട്ട് വാന്ന് പറഞ്ഞ പോലെ തോന്നി. അതർവൈസ് കുഴപ്പമൊന്നും. ഇപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ മോള് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആവാം എന്ന് തോന്നി. ഒരു ചിരി ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരുന്നു ഈ ഒരു പാട്ടിൽ. മോൾ ഇതിൻ്റെ വിഷ്വൽ കണ്ടിട്ടുണ്ടോ? അവര് വളരെ വിഷമത്തോടെയാണോ ഇത് ഡാൻസ് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടല്ലോ. ഞാൻ സ്മൈൽ
എന്നാണ് ആദ്യം എഴുതി വെച്ചത്. പിന്നെ ഈ പല്ലവിയിൽ തന്നെ ഒരു എന്താ അരേ 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 എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ലേ, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്നും മോള് ഫുള്ളായില്ല. അതെ, ഇപ്പൊ ഫുള്ളായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് പാടിയത് അനു ഒന്ന് കേക്കട്ടെ. ചിരിച്ചോണ്ട് പാടും. ഓക്കെ, ഇപ്പം നോട്ട്സ് ഹിറ്റ് ചെയ്തു. നേരത്തെ അതൊന്ന് വഴുതിയായിരുന്നു, ഫീൽ ചെയ്തായിരുന്നോ? പിന്നെ ഒരു ചരണത്തിലൊരു ഗാവുംഗീരെ നാച്ചുംഗീരെ അല്ലേ, അതും ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. ബട്ട് അഗൈൻ മോളെ ഞാൻ പറയുന്നത് ഇതെല്ലാം വർക്ക് ആവുമായിരുന്നു. ഒന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ച് പാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സംഭവം ഒക്കെ നമ്മളൊന്ന് മറന്നു പോയേനെ. എനിക്ക് ജസ്റ്റ് അതാണ് ഒരു ഹാപ്പിനെസ്, ഒരു സ്മൈൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ പാട്ട് കുറച്ചുകൂടെ വർക്ക് ആയേനെ എന്ന് എനിക്ക് തോന്നി. ഒന്ന് പല്ലവി മാത്രം നമുക്കൊന്ന് ചിരിച്ചുകൊണ്ടൊന്ന് പാടി നോക്കിയാലോ. അതിൽ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ചിരിച്ച് പാട്ട് തീർന്നിട്ട് ചിരിക്കാനല്ല, പാട്ടിൽ ചിരിക്കാൻ. दो घूंट हाँ दो घूंट मुझे भी पिला दे शराबी, देख फिर होता है क्या. हो दो घूंट मुझे भी पिला दे शराबी, देख फिर होता है क्या. बाल मारे जालिमा, अरे 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 अरे. ഇപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു മോളെ. ആ ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. വേറെ എന്തോ ഒരു എനർജി ആണ് കിട്ടിയത്. അത്രേ ഉള്ളൂ മോളെ. ബാക്കി ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് നൈസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇത് ഏത് റൗണ്ടാണ്? ഇത് ഡാൻസ് മസ്തി റൗണ്ട്. ഡാൻസ് മസ്തിയില്ലേ? അപ്പൊ കുറച്ചുകൂടി ഒരു ഡാൻസും മസ്തിയും വേണം അല്ലേ? അപ്പോൾ അത് രണ്ടും ഉണ്ടായിരുന്നു. പാട്ട് നല്ലോണം പാടി. ഞാൻ പാട്ടിന്റെ കാര്യം അവർ പറഞ്ഞതുപോലെ ഒന്ന് കുറച്ച് ഒരു ആറ്റിറ്റ്യൂഡിന്റെ കുറവ് ഉണ്ടായിരുന്നു പാട്ടിൽ. അപ്പോൾ ഇത് എന്താണിത്, വാക്കിന്റെ മീനിങ് അറിയാവോ? കുറച്ചൊക്കെ അറിയാമോ? ഒരു റോഞ്ചി ഒരു സോങ് ആണിത്. അപ്പൊ നമുക്ക് ഈ പാട്ട് ക്ലീനായിട്ട് പാടി മോള്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ലതാജി പാടിയ പാട്ടല്ലേ അത് മുംതാസ് ആക്ട് ചെയ്ത പാട്ടാണ്. അപ്പോൾ മുംതാസിന്റെ ആക്ഷൻ തന്നെ നോക്കിയാൽ വളരെ വെരി മിസ്ചിവസ് അല്ലേ ആ പാട്ടിൽ. അപ്പോൾ ആ ഒരു മിസ്ചിഫ് നമ്മൾ ഈ പാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കണല്ലേ ആ വോയിസിൽ. അപ്പോൾ എനിക്ക് അതാണ് വളരെ ചമത്തായിട്ട് പാടിയെന്ന് എനിക്ക് തോന്നി. ചമത്ത് എന്ന് വെച്ചാൽ എന്താ? ചമ്മന്തി ഇല്ല. ചമത്ത് എന്ന് വെച്ചാൽ വളരെ ചമത്ത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എന്താണ് മലയാളത്തില്? എന്താ? നല്ല കുട്ടീന്ന ചമത്തിന് പറയും നമ്മൾ. അപ്പോ ഒരു നല്ല കുട്ടിയായിട്ട് ഇന്നങ്ങ് പാടി. പക്ഷെ കുട്ടി ആവണമായിരുന്നു എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയില്ല, അത് വോയിസിലെ ആറ്റിറ്റ്യൂഡ് വേണമായിരുന്നു. എനിക്കൊന്ന് ആ ഉച്ചാരണം ഇസ് ഖേൽ ബി ഇസ് മേൽ മേ മേൽ കാ അത് गाऊंगी रे नाचूंगी रे तेरे लिए आज से मैं, आए शर्म लेकिन बालम मर जाऊंगी लाज से मैं. കൊള്ളാം. പക്ഷെ ആ വാക്കിന്റെ ഓരോ ശരം, അത് ഓരോ വാക്കിന്റെ ഓരോ ഫീൽ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി അത് വരാൻ തോന്നി. ഒന്ന് കണ്ടിന്യൂ ചെയ്യാമോ? അത് കഴിഞ്ഞിട്ട് गाऊंगी रे नाचूंगी रे तेरे लिए आज से मैं, आए शर्म लेकिन बालम मर जाऊंगी लाज से मैं. बाल मारे जालिमा, अरे 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 एक बार, अरे 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 അതിനൊന്ന് പ്ലേ ചെയ്യാമല്ലോ അത് വെച്ചിട്ട്. अरे 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 एक बार आ एक बार एक बार ആ एक बार അല്ലേ? एक बार. അതെ. അപ്പോൾ ഈ വാക്ക് അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ വേറൊരു ലാംഗ്വേജ് പാടുമ്പം അതിൻ്റെ യൂസേജ് നമുക്ക് മനസ്സിലാക്കണം. ആ വാക്ക് ജസ്റ്റ് കൂളായിട്ട് പാടി, പക്ഷെ അത് കുറച്ചുകൂടി ഒരു മിസ്റ്റിഫോട് പാടിയാൽ തന്നെ ഈ പാട്ടൊന്ന് പതിപ്പിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അത് ഒന്ന് ഓഫ് കോഴ്സ് ഡാൻസ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തു. അത് കുറച്ചുകൂടി ഉണ്ടാവുമായിരുന്നു. എന്നാലും ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്.
ഇറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനു ചേച്ചി. ശരത് സാർ, മക്കളിൽ മോൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി എന്താണ്? മോക്ക് നമുക്കിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. എന്താ പടേ അതെന്താ? അതെ. അത് ഞങ്ങൾക്ക് അറിയണം. അതെ, എന്താ എൻ്റെ സംഗതി. ആ അല്ല, എല്ലാവരും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ വാല്യൂ ചെയ്യുന്ന ഒരു സംഗതി. ഓ, മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളെ ഒരു ക്വാളിറ്റി ആയിട്ട് മോള് കാണുന്നത്, അല്ലെ ഏറ്റവും നല്ലത് എന്ന് മോക്ക് തോന്നുന്നത് എന്താ? ഒന്നുമില്ല കൊച്ചേ. ഇതിനും ഈ പാട്ടിനും അല്ല, എന്തെങ്കിലും ബന്ധമുണ്ട്. ഐ വിൽ ഷോ യു. നിനക്ക് ഉണ്ടാവില്ലേ? നിനക്ക് ഞാൻ ഇങ്ങനെ നമുക്ക് അല്ല തോന്നുന്നു. മോളെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതെ, അല്ലെ നമ്മളിൽ ഏതാണ് നല്ലത്, നമ്മളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, തീർച്ചയായും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി വിട്, കാണാൻ ഫിസിക്കലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഉത്തരം എനിക്കറിയാം. ആ ആ അല്ലേ? അപ്പൊ ആ ചിരി എവിടെ കൊണ്ട് വെച്ചിരുന്നു? ആ ചിരിക്കണ്ടേ കൊച്ചേ? അത് ഇങ്ങനൊരു റൗണ്ട്, ഇങ്ങനെ പാടെ മോടെ ചിരി എന്ത് സുന്ദരമാണ് കാണാൻ. അപ്പോൾ ചുമ്മാ അവിടെ വന്ന് സീരിയസ് ആയിട്ട്, അതുപോലെ പിന്നെ ആ പാട്ടിൻ്റെ ഒരു ഫീലില്ലേ, അതാകാമായിരുന്നു മോളെ. ഇത് പ്രത്യേകിച്ചൊരു തെറ്റായിട്ട് നമുക്ക് ഭീകരമായിട്ട് ഫീൽ ചെയ്ത് ഈ അനുപല്ലവി തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ ഇസ്മയിൽ കായ്, ഇത് മറ്റേ നാച്ചൂങ്കി, അത് മോളെ അത് വേറെ ഒരു, അതെന്താ അങ്ങനെ ആയിപ്പോയത്? കൈവിട്ട് പോയത് ശ്രുതി എന്നൊക്കെ വേറൊരു ലെവലിൽ നിൽക്കുമായിരുന്നു. അത് മോളെ ഇത് കേൾക്കണം കേട്ടോ. അപ്പം അതൊക്കെ ഉള്ളു പ്രധാനമായിട്ട്. പിന്നെ നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള സമയമില്ല. ടുങ്ക് ചക്കും ടുങ്ക് ചക്കും ടിങ്ക് ചക്കും ടങ്ക് ചക്ക് ഇസ്മേലിക്ക അതിൻ്റെ ഇടയ്ക്ക് ത്രിവർണ്ണ പതാക എന്താ എടുത്ത് ഇതാക്കിയത്? എന്തായിരുന്നു അവിടെ ഒരു ഗ്യാപ്പിൽ അവള് കളിച്ചു. അത്രേ ഉള്ളൂ. അത് പക്ഷേ ബ്രില്യൻറ്റ് മൂവ് ആയിരുന്നു. ഒരു സ്ട്രെയിനും ഇല്ല, എന്നാൽ എന്തോ സംഭവിക്കുന്ന പോലെ നമുക്ക് തോന്നുകയും ചെയ്തു. ഒരു പുകമറ സൃഷ്ടിച്ചു. അതല്ല, മറ്റേ അടുത്തതിന് സമയമില്ല കുഞ്ഞിന്, അല്ലേ മോളെ? കുഴപ്പമില്ല, ടൈറ്റാണ്. അപ്പം മക്കളെ അത്രേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് പാട്ടിൻ്റെ കാര്യവും ഡാൻസിൻ്റെ കാര്യം, ഡാൻസ് വേണ്ട, പാട്ട് കുറച്ചും കൂടെ ഒരു ഗുമ്മ ആക്കാമായിരുന്നു എന്ന് തോന്നി മക്കളെ, കേട്ടോ? അത്രേ ഉള്ളൂ. ചക്കര. താങ്ക് യു ശരത് സാർ. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഷാനിക്ക. തീർത്ത 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ 8.4. താങ്ക് യു സർ. 16.9. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.